അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 8ാമത്തെ പാഠം അദ്ദർസു സാമിൻ, ഹയ്യ അലസ്സലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ. അദാൻ മുഴങ്ങി, എല്ലാവരും നിശബ്ദരായി. ഇജാബത്തിനു ശേഷം അവർ ആയത്തുൽ കുർസി ഓതി. ശേഷം ഉസ്താദ് പറഞ്ഞു, അദാനും ഇഖാമത്തും നിർവഹിക്കുമ്പോൾ ഷർത്തുകളും സുന്നത്തുകളും പാലിക്കണം. അവ പാലിച്ചാൽ വലിയ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുഅദ്ദിനിനെ കേൾക്കുന്ന മനുഷ്യരും ജിന്നുകളും മറ്റു വസ്തുക്കളും ഖിയാമത്ത് നാളിൽ സാക്ഷി പറയും. അല്ലാഹു തആലയുടെ പ്രീതി പ്രതീക്ഷിച്ചു 7 വർഷം അദാൻ ചെയ്യുന്നവന് നരകമോചനം എഴുതപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാമാണ് അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഷർത്തുകൾ? സിനാൻ ചോദിച്ചു. ഉസ്താദ്, മുഅദ്ദിൻ മുസ്ലിം മുമയ്യിസുമായ പുരുഷനാവുക. എന്നാൽ സ്ത്രീകൾക്ക് ഇഖാമത്ത് സുന്നത്താണ്. അദാനിന് നിയമിക്കപ്പെടുന്നവൻ മുക്കല്ലഫും വിശ്വസ്തനും സമയമാവുക. അറബി ഭാഷയിലാവുക. വാചകങ്ങൾക്കിടയിൽ തർത്തീബും മുവാലാത്തും ഉണ്ടാവുക. ഏതെല്ലാമാണ് സുന്നത്തുകൾ? നബിയിൽ ചോദിച്ചു. മുഅദ്ദിൻ ശുദ്ധിയുള്ളവനും നീതിമാനുമാവുക. ഭംഗിയുള്ള ശബ്ദത്തിൽ ഉച്ചത്തിൽ അദാൻ ചെയ്യുന്നവനാവുക. ഖിബലക്ക് മുന്നിടുക. ജമാഅത്തിനുള്ള അദാനിൽ ശബ്ദമുയർത്തുക. അദാൻ സാവധാനത്തിലും ഇഖാമത്ത് വേഗത്തിലുമാവുക. തർജിഅ് ചെയ്യുക. ഹയ്യ അലസ് സ്വലാഹ് എന്ന് പറയുമ്പോൾ ഒരു തവണ വലതുഭാഗത്തേക്കും ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ഒരു തവണ ഇടതുഭാഗത്തേക്കും തലതിരിക്കുക. സുബഹിൻ്റെ അദാനിൽ ഹയ്യ അലകൾക്കു ശേഷം തസ്ബീഹ് പറയുക. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ ആയത്തുൽ കുർസി ഓതുക. അദാൻ ചെയ്യുന്നവനും ഇഖാമത്ത് ചെയ്യുന്നവനും ഒരാളാവുക. ഇഖാമത്ത് അദാൻ ചെയ്ത സ്ഥലത്ത് അല്ലാതിരിക്കുക. ഇഖാമത്തിനു മുമ്പ് സ്വലാത്ത് ചൊല്ലുക. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം സ്വലാത്തും സലാമും ദുആവും ചൊല്ലുക എന്നിവ സുന്നത്തുകളിൽ പെട്ടതാണ്. പ്രസവിച്ചയുടനെ കുഞ്ഞിൻ്റെ വലതു ചെവിയിൽ അദാനും ഇടതു ചെവിയിൽ ഇഖാമത്തും ചൊല്ലാറുണ്ടല്ലോ, ഹബീബ് ചോദിച്ചു. അതെ, അത് സുന്നത്താണ്. യാത്രക്കാരൻ്റെ പിറകിലും ഇപ്രകാരം സുന്നത്താണ്. എന്നാൽ ദുഃഖിതൻ്റെയും കോപമുള്ളവൻ്റെയും സ്വഭാവം മോശമായ വ്യക്തിയുടെയും ചെവിയിൽ അദാൻ മാത്രമാണ് സുന്നത്തുള്ളത്. അഗ്നിബാധയുള്ള സമയത്തും അദാൻ സുന്നത്താണ്. ഒരേ സമയം ഒന്നിലധികം അദാൻ കേൾക്കുകയാണെങ്കിൽ എല്ലാ അദാനിനും ഇജാബത്ത് ചെയ്യണം. ആദ്യത്തെ അദാനിൻ്റെ ഇജാബത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. വിസർജനം നടത്തുന്നവരും നിസ്കരിക്കുന്നവരും ഇജാബത്ത് ചെയ്യരുത്. അവയിൽ നിന്ന് വിരമിച്ചതിനു ശേഷമാണ് അവർ ഇജാബത്ത് ചെയ്യേണ്ടത്. ഇനി അവിടെ നഫമു നഖറു കാണാം. തർജിഅ്, 2 ഷഹാദത്തുകൾ ഉറക്കെ പറയും മുമ്പ് പതുക്കെ പറയുക. ഹയ്യ അല സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. തസ്ബീബ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഇനി അതിൻ്റെ വർക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാമിൻ, ഹയ്യ അല സ്വലാഹ്. 1 നുക്കമ്മിൽ. അദാൻ സാവധാനത്തിലും ഇഖാമത്ത് ഡാഷിലും അവൽ സുന്നത്താണ്, വേഗത്തിലും. 2 അദാനിലും ഇഖാമത്തിലും വാചകങ്ങൾക്കിടയിൽ തർത്തീബും ഡാഷും ഉണ്ടാവൽ ഷർത്താണ്, മുവാലാത്തും. 3 അദാനിന് നിയമിക്കപ്പെടുന്നവൻ ഡാഷ് അറിയുന്നവനാവണം, സമയം. ഇനി ചേരുംപടി ചേർക്കുക. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ സി ആണ് ഉത്തരം, ആയത്തുൽ കുർസി ഓതുക. ഇഖാമത്തിന് മുമ്പ് ഡി ആണ് ഉത്തരം, സ്വലാത്ത് ചൊല്ലുക. സുബഹിൻ്റെ അദാനിൽ അലകൾക്കു ശേഷം എ ആണ് തസ്ബീഹ് പറയുക. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം ബി ആണ് സ്വലാത്തും സലാമും ദുആവും ചൊല്ലുക. 3ാമത്തെ വർക്ക് നുജീബ്, ഉത്തരം എഴുതുക. അദാനിൽ തലതിരിക്കണം, എങ്ങോട്ട്, എപ്പോൾ? ഹയ്യ അലസ് സ്വലാഹ് എന്ന് പറയുമ്പോൾ ഒരു തവണ വലതു ഭാഗത്തേക്കും ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ഒരു തവണ ഇടതു ഭാഗത്തേക്കും. 2ാമത്തെ ചോദ്യം, അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം ചൊല്ലണം എന്ത്? സ്വലാത്തും സലാമും ദുആവും. 3 നിസ്കാരത്തിനല്ലാതെ അദാനും ഇഖാമത്തും സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏതെല്ലാം? പ്രസവിച്ചയുടനെ കുഞ്ഞിൻ്റെ വലതു ചെവിയിൽ അദാനും ഇടതു ചെവിയിൽ ഇഖാമത്തും യാത്രക്കാരൻ്റെ പിറകിലും. 4 നിസ്കാരത്തിനല്ലാതെ അദാൻ മാത്രം സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏതെല്ലാം? ദുഃഖിതൻ്റെയും കോപമുള്ളവൻ്റെയും സ്വഭാവം മോശമായ വ്യക്തിയുടെയും ചെവിയിൽ. ഇനി 4ാമത്തെ വർക്ക് കാണാൻ, തഖ്സീസ്, വീട്ടിൽ നിന്ന് ചെയ്യുക. ഉസ്താദ് നിർദ്ദേശിക്കുന്ന അദാനിൻ്റെ ഓഡിയോ വീട്ടിൽ വെച്ച് പല പ്രാവശ്യം കേൾക്കുക.
ആൺകുട്ടികൾ ക്ലാസ്സിൽ ഈണത്തിൽ അദാൻ വിളിക്കുക, പെൺകുട്ടികൾ അദാനിൻ്റെ ലഫ്ലുകൾ പതുക്കെ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അദാൻ ഇഖാമത്തിൻ്റെ ലഫ്ലുകൾ ചാർട്ട് പേപ്പറിൽ എഴുതി തയ്യാറാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.